സന്തുഷ്ടമായ ജീവിതത്തിന് ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരിക്കൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. ഒരു മനുഷ്യൻ, നല്ല പ്രാർത്ഥനക്കാരനായ മനുഷ്യൻ, വെള്ളത്തിൽ മുങ്ങിപ്പോയി. വെള്ളത്തിൽ കിതച്ച് പതച്ച് വെള്ളത്തിൻ്റെ മുകളിൽ ഉപരിതലത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞാൻ മുങ്ങി മരിക്കാൻ പോവുകയാണ്, നീ എന്നെ രക്ഷിക്കണേ 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 എന്ന്. കുറേ നേരം പ്രാർത്ഥിച്ചിട്ടും കർത്താവ് കൈ പിടിച്ച് അവൻ ഉയർത്തിയില്ല. അവൻ വിചാരിച്ചിരുന്ന എന്താ, കർത്താവിൻ്റെ കൈ സ്വർഗത്തിൽ നിന്ന് വരും, എന്നിട്ട് അവനെ കൈപിടിച്ച് കരയിൽ കൊണ്ടേ വിടുമെന്ന്. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അവസാനം അവൻ വെള്ളത്തിൽ മുങ്ങിച്ചത്തു. മരിച്ച് കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിന്നപ്പോൾ അവൻ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ഞാൻ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, പക്ഷെ നീ രക്ഷപ്പെടുത്തിയില്ലല്ലോ. അപ്പോൾ കർത്താവ് പറയും, മഠയനായ മനുഷ്യ, എത്ര പ്രാവശ്യം നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് എത്ര പൊങ്ങുതടികൾ നിൻ്റെ അരികിലൂടെ ഞാൻ അയച്ചു, എത്ര മരക്കഷ്ണങ്ങൾ നിൻ്റെ അരിയിലൂടെ അയച്ചു, എത്ര കൊമ്പുകൾ ഞാൻ നിനക്കായി നീട്ടിത്തന്നു, നീ ഒന്നിലും കയറി പിടിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? ദൈവം തരുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്, അത് നമ്മൾ വിനിയോഗിക്കണം. നമ്മളിങ്ങനെ പാപച്ചേറ്റിൽ കിടക്കുമ്പോൾ ഉണ്ടല്ലോ, എത്ര വൈദികരുടെ പ്രസംഗങ്ങൾ, എത്ര സന്യസ്തരുടെ ഉപദേശങ്ങൾ, എത്ര മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾ, കണ്ണുനീര്, ഉപദേശങ്ങൾ, സഹോദരീ സഹോദരങ്ങൾ നിങ്ങളെ കൈപിടിച്ചുയർത്താനായിട്ട് കരങ്ങൾ നീട്ടുന്നു. ഇതൊന്നും കേൾക്കാതെ മദ്യക്കുപ്പിയിലും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങളിലും വ്യഭിചാരത്തിലും സ്വയം ഭോഗത്തിലും സവർഗഭോഗത്തിലും മറ്റ് പാപങ്ങളിലും ജീവിച്ച് അവസാനം നമ്മൾ മരിക്കൂട്ടോ. ദൈവം തരുന്ന അവസരങ്ങൾ വിനിയോഗിക്കുക, വിശുദ്ധനായിട്ട് നീ മാറുക. പത്രോസിന് കർത്താവ് അവസരം കൊടുത്തില്ലേ? പത്രോസേ, കോഴി 3 പ്രാവശ്യം പോകുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയുമെന്ന് അവസരം കൊടുത്തതാണ്, അവൻ ഉപയോഗിച്ചില്ല. യൂദാസിനൊരു അവസരം കൊടുത്തു. ഈ വീഞ്ഞ് മുക്കി ആർക്കും ആദ്യം കൊടുക്കുന്നു, അവൻ എന്നെ ഒറ്റ കൊടുക്കും, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക എന്നൊക്കെ പല പ്രാവശ്യം കർത്താവ് പറഞ്ഞിട്ടും അവൻ ആ അവസരങ്ങൾ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. അവസരങ്ങൾ ഉപയോഗിച്ചാൽ വിശുദ്ധരാകും, അവസരങ്ങൾ ഉപയോഗിച്ചാൽ ദൈവകൃപ, അവസരങ്ങൾ ഉപയോഗിച്ചാൽ വിശുദ്ധരായിട്ട് നമുക്ക് മാറാം. പിന്നെ മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ, അങ്ങെനിക്ക് നീട്ടുന്ന അവസരങ്ങളെ വിനിയോഗിക്കാൻ കൃപ നൽകണമേ എന്ന്. ഈശോ നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.